പാംപ്ലാനി പിതാവും വിമതരും ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥയാണ് ഇപ്പോൾ അരങ്ങേറുന്നതെന്ന് എറണാകുളത്തെ വൈദികൻ. വൈദിക സമിതി ചേരും മുൻപേ ഇവർ എല്ലാ കാര്യത്തിലും ധാരണയായിരുന്നുവെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. വൈദിക സമ്മേളനത്തിലും ഇതിന്റെ തനി ആവർത്തനമായിരുന്നു. ജൂൺ 26-ന് തട്ടിൽ പിതാവും പാംപ്ലാനി പിതാവും സംയുക്തമായി ഇറക്കിയ സർക്കുലറിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം 4 ദിവസം മുൻപ് നടന്ന വൈദിക സമ്മേളനത്തിന് ശേഷം വിമതർ തങ്ങൾക്ക് താൽപര്യമുള്ള മാധ്യമങ്ങളിലൂടെ വിളമ്പിയതാണ്. അതിൽ പറഞ്ഞതിനൊന്നും അണുവിട വ്യത്യാസമില്ലാതെയാണ് സർക്കുലർ ഇറങ്ങിയത്. തിരുസഭ സ്വപ്നേബി വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും സഭയിലേക്ക് തിരികെ കയറ്റാൻ വെമ്പിയവർ എക്കാലത്തും പറഞ്ഞിരുന്ന ഒന്നുണ്ട്. വത്തിക്കാൻ കൗൺസിലിന്റെ അരൂപിയാണ് അതെന്ന്. എറണാകുളത്ത് പാറേക്കാട്ടിൽ പിതാവിന്റെ കാലം മുതൽ ഇന്നുവരെ സമൃദ്ധമായി ഉപയോഗിച്ചിട്ടുള്ള ഇതേ കുൽസിത രീതിയാണ് തട്ടിൽ പിതാവും പാംപ്ലാനി മെത്രാനും കൂടി പുറത്തിറക്കിയ സർക്കുലർ അവലംബിച്ചിരിക്കുന്നത്. സർക്കുലറിന്റെ 1-ാം നമ്പറായി സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും ശ്ലൈഹിക സിംഹാസനം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നടപ്പിലാക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാനയർപ്പണം സീറോ മലബാർ സഭ മുഴുവനിലും മാറ്റമില്ലാതെ തുടരുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അതിനുശേഷം പറഞ്ഞിരിക്കുന്നതൊക്കെയും മേൽപ്പറഞ്ഞതിനെ എറണാകുളത്ത് എങ്ങനെ അട്ടിമറിക്കാമെന്നും ആ അട്ടിമറി എങ്ങനെ ശാശ്വതമാക്കാമെന്നുമുള്ള ലക്ഷ്യത്തോടെ കരുക്കൾ നീക്കിയ വിമതർക്ക് പാടെ വഴങ്ങിക്കൊണ്ട് ഒപ്പുചാർത്തി ഏകപക്ഷീയമായി സമ്മതിച്ചു കൊടുത്ത കാര്യങ്ങളാണ്. ജനാഭിമുഖ കുർബാനയ്ക്കുള്ള അനുവാദത്തിന് സമയപരിധി വെക്കാത്തതും ഏകീകൃത കുർബാന ഷെഡ്യൂൾഡ് സമയത്ത് വേണമെന്ന് പറയാത്തതും സിനഡ് മറിച്ചൊരു തീരുമാനം എടുക്കുന്നതിനു മുൻപ് എറണാകുളത്തെ കാനോനിക സമിതികളുമായി ആലോചന നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നതുമൊക്കെ മേൽപ്പറഞ്ഞതിനുള്ള തെളിവാണ്. സ്വയാധികാരമുള്ള സീറോ മലബാർ സഭാ സിനഡിനെ വിലമതിച്ച് അതെടുത്ത തീരുമാനം അംഗീകരിക്കുകയും അത് എറണാകുളം അതിരൂപതയിലുള്ളവരും അനുസരിക്കണമെന്ന് ചരിത്രത്തിൽ ഇന്നോളം കേട്ടിട്ടില്ലാത്ത വിധം പല ആവർത്തി ആവശ്യപ്പെടുകയും സിനഡിന്റെ അഭ്യർത്ഥന മാനിച്ച് പേപ്പൽ ഡെലിഗേറ്റിനെ അയക്കുകയും ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയെ അങ്ങേയറ്റം അവഹേളിക്കുന്നതും വഞ്ചിക്കുന്നതുമാണ് ഈ സർക്കുലർ. ഗൗരവമായ കാര്യങ്ങളിൽ തീരുമാനങ്ങളെടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും നടപ്പിൽ വരുത്താനും സീറോ മലബാർ സഭാ സിനഡ് ഇനിയും ബാലചാബല്യങ്ങൾ വിട്ട് പക്വമായിട്ടില്ലെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നതുമാണ് സർക്കുലർ എന്ന് വൈദികൻ ആരോപിക്കുന്നു. സർക്കുലറിന്റെ ആരംഭത്തിൽ ആധികാരികത ഊട്ടിയുറപ്പിക്കാൻ വ്യത്യസ്ത നിലപാടുകളുള്ള അൽമായരുടെയും വൈദികരുടെയും പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തി പ്രാർത്ഥനാപൂർവം ഒരു മാർഗരേഖ രൂപപ്പെടുത്തിയെന്നാണ്. ഇത് സിറിൽ വാസിൽ പിതാവിന്റെയും സ്ഥിരം സിനഡിന്റെയും പൗരസ്ത്യ തിരുസംഘത്തിന്റെയും ഒക്കെ മുൻപാകെ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങിയെന്നുമൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. സിനഡ് തീരുമാനം നടപ്പാക്കണമെന്ന് വാദിച്ചിരുന്നവരുമായി എന്നൊക്കെ എവിടെയൊക്കെയോ വെച്ച് എന്തൊക്കെ ചർച്ചകൾ നടത്തിയെന്നും ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്തെന്നും തെളിവ് സഹിതം നിങ്ങൾക്ക് സമർത്ഥിക്കാമോ എന്ന് വൈദികൻ ചോദിക്കുന്നു. പെർമനന്റ് സിനഡ് ഒരു ദിവസം ഏതാനും പേരെ വിളിച്ചതായി അറിയാം. പക്ഷേ അന്ന് ചർച്ചയൊന്നും നടത്താതെ സമവായത്തോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത്. തങ്ങളെ ശ്രവിക്കുമെന്ന് കരുതി എത്തിയവരെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ച് നഗരി കാണിക്കൽ നടത്തുകയാണ് നിങ്ങൾ ചെയ്ത മഹാകാര്യം. എന്നാൽ വിമതരുമായി രഹസ്യ സങ്കേതങ്ങളിൽ വെച്ചും പരസ്യ സങ്കേതങ്ങളിൽ വെച്ചും കൊണ്ടുപിടിച്ച ചർച്ചകൾ നടന്നത് സത്യമാണ്. അവിടെ ഉരുത്തിരിഞ്ഞതെന്തെന്ന് അറിയാൻ മറ്റു തെളിവുകൾ വേണ്ട. സർക്കുലറിലെ തീരുമാനങ്ങൾ വായിച്ചാൽ മാത്രം മതി. വസ്തുതകളെ വളച്ചൊടിച്ച് അവതരിപ്പിക്കാൻ വിരുതുകാട്ടുന്ന സർക്കുലറിന്റെ ജനയിതാക്കളെ നുണവികൃതമായ കറയാണ് എന്ന വചനം ഓർമ്മിപ്പിക്കുന്നു. നുണയനും നുണയുടെ പിതാവുമായവനോട് സന്ധി ചെയ്യരുതെന്ന താക്കീത് നൽകുകയും ചെയ്യുന്നു. പാംപ്ലാനി പിതാവ് കഴിഞ്ഞ ജനുവരി 12-ന് എറണാകുളത്ത് ചുമതലയേറ്റ അന്നുതന്നെ അരമന കയ്യേറി അതിക്രമങ്ങൾ കാണിച്ച വിമതർക്ക് നിയമാനുസൃതം കാര്യങ്ങൾ ചെയ്തിരുന്ന അന്നത്തെ കൂരിയായെ ഒന്ന് പരിചയപ്പെടുക പോലും ചെയ്യുന്നതിനു മുൻപ് അവരെ മാറ്റിക്കൊള്ളാമെന്ന് എഴുതി ഒപ്പിട്ടുകൊടുത്ത മാർ പാംപ്ലാനിയുടെ നിഷ്പക്ഷതയും ആത്മാർത്ഥതയും എന്തെന്ന് ആർക്കും മനസ്സിലാകും. മേജർ ആർച്ച് ബിഷപ്പിനെ പാവകളിപ്പിച്ചും സ്ഥിരം സിനഡംഗങ്ങളെ രാജ്യഭീഷണി മുഴക്കി വിരട്ടി നിർത്തിയും സഭയോട് വിശ്വസ്തത പുലർത്തി ബോസ്കോ പിതാവിന് നിയമാനുസൃത നടപടികളെടുക്കാൻ ഉറച്ച പിന്തുണ നൽകിയ കൂരിയായെ ശത്രുതാ മനോഭാവത്തോടെ അകറ്റി നിർത്തിയും മാർപ്പാപ്പയെ അനുസരിക്കുന്ന സത്യവിശ്വാസികളെ ആട്ടിയകറ്റിയും മാർ പാംപ്ലാനി ധാർഷ്ട്യത്തോടെ പടച്ചുണ്ടാക്കിയ സർക്കുലർ തുടക്കം മുതൽ പിതാവിൽ രൂഢമൂലമായിരുന്ന വിമത സ്നേഹത്തിന്റെ ബഹിർസ്ഫുരണമാണ്. അത് അപരിഹാര്യമായ നഷ്ടങ്ങളാണ് സഭയ്ക്കുണ്ടാക്കുക എന്നതിന് യാതൊരു സംശയവുമില്ല. പിണിയാളുകളെ കൊണ്ട് എന്തൊക്കെ പറയിച്ചാലും എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും മാർ പാംപ്ലാനി സഭയെ മൊത്തത്തിൽ ഒറ്റിക്കൊടുത്തുവെന്ന സത്യം നിത്യകാലം ഉയർന്നു നിൽക്കും. വിമതരെ സഭാ നിലപാടിലേക്ക് അരക്കഴഞ്ചു പോലും അടുപ്പിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് സർക്കുലർ സാക്ഷ്യം വഹിക്കുന്നത്.
പിതാവ് കൂടി ഒപ്പിട്ട സിനഡ് തീരുമാനത്തെ മാനിച്ച സത്യവിശ്വാസികളെ സഹനത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടും വിമതരുടെ ദുശാഠ്യത്തിന് മുൻപിൽ മുട്ടുമടക്കിക്കൊണ്ടും രൂപപ്പെടുത്തിയ സർക്കുലർ പാമ്പ്ലാനി പിതാവെ അങ്ങേക്കെതിരെ എന്നും ഒരു സാക്ഷ്യമായി നിലകൊള്ളുമെന്ന് വൈദികൻ ഓർമ്മിപ്പിക്കുന്നു.